Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Okay. നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡേ ആണ് അല്ലെ? ഓക്കെ, എല്ലാവർക്കും സുഖാണോ? ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോ മിസ് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഹിസ്റ്ററീസ് ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ വേറെ മിസ് എടുക്കും. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ടായി, ഹോസ്പിറ്റലിനെ കുറിച്ച് ഡെഫിനേഷൻസ്, അതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ ആണ് എന്ത്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ ഏജിലും ഓരോ എന്താണ് ഇയറിലും എങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ് വന്നിരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരുടെ കയ്യിലുണ്ടോ ടെക്സ്റ്റ് ബുക്ക്? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കിട്ടിയിട്ടില്ലാത്തവര് എന്ത് ചെയ്യണം, ലെക്ചർ നോട്ടായിട്ട് നോട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ മിസ്സുമാർക്കും ഓരോ നോട്ട്ബുക്ക് നിങ്ങൾ എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് വരെ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റില് മാർക്ക് ചെയ്ത് പോയി അങ്ങനെ പഠിച്ചാലും മതി. അപ്പൊ ക്ലാസ് വരുമ്പോ അതിൽ നോക്കി എഴുതിയാൻ പോരെ? അങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് മിസ്സുമാരൊക്കെ പറയുമ്പോ എഴുതണം എന്നുള്ളവര്, മനസ്സിലാക്കി പോണം എന്നുള്ളവര് മിസ്സുമാര് പറയുമ്പോൾ തന്നെ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ക്ലാസ്സിൽ വെച്ച് പറയും. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങള്, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ ഓക്കെയാണോ മിസ് പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ മിസ്, ലാസ്റ്റ് ഡേയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലത്തെ ക്ലാസ് ആണോ? അതെ. അപ്ലോഡിങ് ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്ലോഡ് ചെയ്യും, ഇന്ന് ചെയ്യുള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യമൊക്കെ അറിയാലോ. മിസ്സുമാരെടുക്കുന്ന ഭാഗത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോക്ക് ടെസ്റ്റിന്റെ മോക്ക് ടെക്സ്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പൊ അതൊക്കെ എല്ലാവരും ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി എറ BC 500 AD. അപ്പൊ BC 500 AD ആ കാര്യങ്ങൾ, ആ ഇയറിലെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഒന്നുകൂടി വലുതാക്കണോ മിസ്? ഓക്കെ ആണോ? ഓക്കെ, ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? ഓക്കെ, അപ്പോ എന്താണ്, ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ദ റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്തായിരിക്കും റെക്കഗ്നൈസ്ഡ്? എന്തായിരിക്കാം മീനിങ്? റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാല് അംഗീകാരം, അംഗീകരിക്കപ്പെട്ട. ഓക്കെ, അപ്പോ പണ്ട് കാലങ്ങളിലെ ട്രീറ്റ്മെന്റുകള്, പണ്ട് കാലങ്ങളില് ആളുകൾക്ക് കൊടുത്തിരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്? റിലീജിയസ് സർവീസസ് അല്ലെ, മതപരമായിട്ടുള്ള ആചാരങ്ങള്. റിലീജിയസ് സർവീസസ് എന്ന് പറഞ്ഞാല് മതപരമായിട്ടുള്ള ആചാരങ്ങളും, അതുപോലെ ആൻഡ് സെറിമണീസ് അല്ലെ, സെറിമണീസ് എന്ന് പറഞ്ഞാല് ചടങ്ങുകള്. ഓക്കെ, മതപരമായിട്ടുള്ള ആചാരങ്ങളോടും
ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു പണ്ടുകാലങ്ങളിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മതപരമായിട്ടുള്ള രീതിയിൽ അല്ലെ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ സിനിമയിലൊക്കെ നമ്മൾ കാണാം, പുരോഹിതന്മാരൊക്കെ ആയിരിക്കാം ട്രീറ്റ്മെന്റുകൾ ചെയ്തിരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് ഉസ്താദ് അല്ലേ, അങ്ങനെ മുസ്ലിംസിന്റെ ഒരു ഇതില് പറയുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയല്ലേ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവര് മരുന്നുകളൊക്കെ കൊടുക്കുന്നത് കാണാം അല്ലെ, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ പണ്ട് കാലങ്ങളിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്? മതപരമായിട്ടുള്ള ആചാരങ്ങളും സെറിമണീസ് അല്ലെ. സെറിമണീസ് എന്ന് പറഞ്ഞാല് ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു. Priest were also physician or medicine man caring for spirit, mind and body. ഇപ്പൊ priest എന്ന് പറഞ്ഞാൽ ആരാണ്? Priest were also physician or medicine man. Priest എന്ന് പറഞ്ഞാല് പുരോഹിതന്മാർ അല്ലെ. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞു എന്താണ്, പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഉസ്താദുകളോ അവരൊക്കെയാണ് എന്ത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് പുരോഹിതനാണ്. ആ പുരോഹിതനെ പറയുന്നത് എന്താണ്? ഫിസിഷ്യൻ അല്ലെ, ഡോക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ മെഡിസിൻ മാൻ എന്നാണ് പറയുന്നത്. കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. അതുപോലെ തന്നെ എന്താണ് ഈ സ്പിരിറ്റ്, മൈൻഡ്, ബോഡി എന്നിവയൊക്കെ പരിപോഷിപ്പിക്കുന്നവരായിരുന്നു ആര്? പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രീസ്റ്റിനെ പറയുന്നത് ഫിസിഷ്യൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ മെഡിസിൻ മാൻ ആയിട്ടായിരുന്നു. പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് came under the ruling classes with the great political influence. റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാല് ഭരണവർഗത്തിൽ പെട്ടവർ. ഓക്കെ, റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഭരണവർഗത്തിൽ പെട്ടവര്. അപ്പോ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെ. അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു പ്രീസ്റ്റ് അല്ലെങ്കിൽ പ്രീസ്റ്റിനെ പറയുന്നത് ഡോക്ടർ എന്നാണ്, അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പോ അവരെന്താണ് ഭരണവർഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു ആര്? പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. അന്നത്തെ കാലത്തുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രീസ്റ്റുകളായിരുന്നു. അവര് ഭരണവർഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരും ആയിരുന്നു. Temples or hospital were also meeting place. അപ്പോ ഇങ്ങനെയുള്ള പ്രീസ്റ്റുകളൊക്കെ എവിടെയാണ് കാണുന്നത്? ടെമ്പിൾസിൽ അല്ലെ, അമ്പലങ്ങളില് പള്ളികളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അമ്പലങ്ങളൊക്കെ എന്തായിരുന്നു? ഹോസ്പിറ്റൽസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോ അവിടെ വെച്ചാണ് ഇത് ആളുകൾ വരുന്നതും കാണുന്നതും അല്ലെ. അപ്പൊ അവിടെയുള്ള ആ ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ടെമ്പിൾസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവിടെ വെച്ചാണ് അവര് മീറ്റപ്പ് ചെയ്തിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഏർലി എറ BC 500 AD പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെയാണോ? എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്? മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു പണ്ട് കാലങ്ങളിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രീസ്റ്റിനെ കണക്കാക്കിയിരുന്നത് അല്ലെ, കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? ഫിസിഷ്യൻ ആയിട്ടാണ് അല്ലെങ്കിൽ മെഡിസിൻ മാൻ ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇനി പ്രീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ് ആയിട്ടാണ് അല്ലെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഭരണവർഗത്തിൽപ്പെട്ടവരോ അതുപോലെ തന്നെ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരും ആയിരുന്നു. ഇനി ടെമ്പിൾസ് എന്ന് പറയുന്നത് അവരുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓരോരോ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഏർലി 500 BC 500 AD കുറച്ച് ഹോസ്പിറ്റൽസ്, 5 തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ ഓരോരോ പോയിന്റ്സുകൾ. അപ്പൊ ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്താണ്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. അതിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. മെഡിസിൻ ആസ് ആൻ organized being first appeared 4000 years ago in the ancient region of southwest Asia known as Mesopotamia. ഇനി
എന്താണ് അപ്പിയർഡ് എന്ന് പറഞ്ഞാല്? അപ്പിയർഡ് എന്ന് പറഞ്ഞാല് വെളിവാക്കപ്പെടുക. ഓക്കെ, അതിന്റെ മീനിങ് ആണ് വെളിവാക്കപ്പെടുക. അപ്പോ ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒന്നുകൂടി വായിക്കാം. മെഡിസിൻ ആസ് ആൻ organized being first appeared 4,000 years ago in the ancient region of southwest Asia known as Mesopotamia. Ancient region എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Ancient region എന്തായിരിക്കും? ഒരു പുരാതന പ്രദേശം. Ancient region എന്ന് പറഞ്ഞാല് പുരാതന പ്രദേശം. അപ്പോ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമായ മെസൊപ്പൊട്ടോമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ ഫസ്റ്റ് വെളിപ്പെട്ടത് അല്ലെങ്കിൽ വെളിവാക്കപ്പെട്ടത്. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് എന്ത്? മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത് അല്ലെ. അവിടെയാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് മെഡിസിൻ വെളിവാക്കപ്പെടുന്നത്, ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. അപ്പൊ ഓർത്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത് എവിടെയാണ്? മെസൊപ്പൊട്ടോമിയയിലാണ്. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ ആയ പുരാതന പ്രദേശമായ മെസൊപ്പൊട്ടോമിയയിലാണ് ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത്. ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹുമറാബീസ് കോഡ്. ഓക്കെ, ഹുമറാബീസ് കോഡ് അതിന്റെ ഇയർ എന്ന് പറയുന്നത് എന്താണ്? 1728 to 1686 BC ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഇയർ എന്ന് പറയുന്നത്. ഇനി ഹുമറാബീസ് കോഡ് എന്ന് പറയുന്നത് നോക്കിയേ. വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഹുമറാബീസ് കോഡിന് മുൻപ് ഹുമറാബി ആരാണെന്ന് അറിയോ? ഹുമറാബി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹുമറാബി ഇല്ല? യെസ് ഓർ നോ? ആർക്കും അറിയില്ല? ഇല്ല. അപ്പൊ മിസ് പറയാം. ഹുമറാബി എന്ന് പറയുന്നത് ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു. ഓക്കെ, മെസൊപ്പൊട്ടോമിയയിലെ ഒരു പുരാതന പ്രദേശമാണ് ബാബിലോൺ. ബാബിലോണിലെ 6ാമത്തെ രാജാവാണ് ആര്? ഹുമറാബി എന്ന് പറയുന്നത്. ഓക്കെ, 6th കിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ 6ാമത്തെ രാജാവായിരുന്നു ഹുമറാബി എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് റൂള്, ഒരു നിയമസംഹിത ഉണ്ടാക്കി. അതിനെ പറയുന്നതാണ് എന്ത്? ഹുമറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞത്? ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹുമറാബി. ഈ ഹുമറാബി എന്ന് പറയുന്ന രാജാവ് എന്താണ് ഉണ്ടാക്കിയത്? ഒരു നിയമസംഹിത ഉണ്ടാക്കി അല്ലെ. എന്തിനെ പറ്റിയുള്ള നിയമസംഹിതയാണ്? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് അല്ലെ, പ്രാക്ടീസിനെ കുറിച്ചുള്ള ഒരു നിയമസംഹിത, റൂൾസുകള് അദ്ദേഹം ഉണ്ടാക്കി. അതിനെ പറയുന്നതാണ് എന്ത്? ഹുമറാബീസ് കോഡ്. ക്ലിയർ ആയോ? ഹുമറാബീസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര്, അല്ലെങ്കിൽ എക്സാം നോട്ടായിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി എഴുതാട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കണം, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. ഓക്കെ, എന്താണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രിസ്ക്രിപ്ഷൻ എന്തായിരിക്കും? എല്ലാവരും ഡോക്ടറെ കാണാൻ പോകുന്നവരാണല്ലേ. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ ഡോക്ടർ നമുക്ക് എന്ത് തരും? എന്താ തരാ? കുറിപ്പടി അല്ലെ. മരുന്നുകൾ എഴുതിയിട്ടൊരു ചീട്ട് തരോ അല്ലെ, കുറിപ്പടി തരാറുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? ഫാർമസിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോ അവര് നമുക്ക് അത് നോക്കിയിട്ട് മരുന്ന് തന്ന് അല്ലെ തരാറുണ്ട് അല്ലെ. ഓക്കെ, അതിനെയാണ് പറയുന്നത് എന്ത്? പ്രിസ്ക്രിപ്ഷൻ എന്ന്, കുറിപ്പടി. അപ്പോ ബാബിലോണിലെ പുരാതന പ്രദേശമായിട്ടുള്ള സുമേർ എന്ന രാജ്യത്താണ് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാട്ടോ. സുമേർ എന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത്?
മെഡിസിൻസിന്റെ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? സുമേറിൽ നിന്നാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിൽ പഠിച്ചത്? ഇമ്പോർട്ടന്റ് ആണ്, 3 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസില്? മെഡിസിൻ വാസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് appeared 4000 years ago in the ancient region of southwest Asia known as Mesopotamia. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ ആയ മെസൊപ്പൊട്ടേമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്, വെളിവാക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഹുംറാബീസ് കോഡ് എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമസംഹിതയാണ് ഹുംറാബീസ് കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാബിലോണിലെ ആൻഷ്യന്റ് പ്രദേശമായിട്ടുള്ള സുമേറിൽ നിന്നാണ് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫും അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലും ജസ്റ്റ് ഒന്ന് വായിക്കാം, ഡൗട്ട് ഉള്ളവര് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ തമ്പിടാം കേട്ടോ, കമന്റ് ഇടാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് എന്ത്? ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഓക്കെ, ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ പീരീഡ് 460 to 136 BC ആണ് കേട്ടോ. ഓക്കെ, ഗ്രീക്ക് ഹോസ്പിറ്റൽ നോക്കാം. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. അപ്പൊ എങ്ങനെയാണ് ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകള് ഏതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്? മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? മാജിക് ആണോ? ഓക്കെ, അപ്പോ മാജിക് എന്ന് പറഞ്ഞാല് മന്ത്രവാദം. അതുപോലെ തന്നെ ഈ റിലീജിയസ് റിച്വൽസ് എന്ന് പറഞ്ഞാല് മതപരം. ഓക്കെ, അപ്പോ ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റുകള് ബേസ് ചെയ്തിരുന്നത് മാജിക് അല്ല, മന്ത്രവാദവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള രീതിയിലുമാണ് ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ആര്? ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് മെഡിസിൻ ജസ്റ്റ് ഒരു ഹൈഫൺ ഇടാം, ഹിപ്പോക്രാറ്റസ് എഴുതി വെക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, എഴുതുന്നവര് കേട്ടോ, ലെക്ചർ നോട്ട് ആയിട്ട് എഴുതുന്നവര് അങ്ങനെ എഴുതി വെക്കാം. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആണ്. ഇനി യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അപ്പൊ ഇവിടെ എന്താണ് അദ്ദേഹം? ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിപരം അല്ലെ? യുക്തി. ഓക്കെ, യുക്തിപരം. ലോജിക്കൽ എന്ന് പറഞ്ഞാല് യുക്തി. ഇനി നോൺ റിലീജിയസ് എന്ന് പറഞ്ഞാലോ മതപരമല്ലാത്ത. ഓക്കെ, റിലീജിയസ് എന്ന് പറഞ്ഞാല് മതപരം, നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. മതപരമല്ലാത്തതും അതുപോലെ യുക്തിപരമായിട്ടുള്ള രീതിയിലുമുള്ള ഒരു മെഡിസിൻ കാര്യങ്ങളാണ് ഈ മെഡിസിനൽ ഫീൽഡില് അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ പറയുന്നത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം ഏത് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നത്? ലോജിക്കൽ പരവും അല്ലെ, യുക്തിപരവും അതുപോലെ തന്നെ നോൺ റിലീജിയസ് അപ്രോച്ചും അല്ലെ. എന്താണ്? മതപരമല്ലാത്ത രീതിയിലുമുള്ള ഒരു അപ്രോച്ചാണ് മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നത്.
ഇനി ഈ ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെന്റുകൾ പണ്ട് കാലങ്ങളിൽ അവർ പറഞ്ഞു ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത് മതപരമായിട്ടുള്ള രീതിയിലും മന്ത്രവാദവും അങ്ങനെയുള്ള രീതിയിലൂടെയാണ് ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നത്. അപ്പോ പണ്ട് കാലങ്ങളിൽ ഈ ഗ്രീക്കുകാര് വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്? ഈ രോഗം ആളുകൾക്ക് വരുന്നത് ദേവന്മാരുടെ കോപത്താലാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ അപ്പോ ഹിപ്പോക്രാറ്റസ് വന്നപ്പോ അദ്ദേഹം അതൊക്കെ എന്താണ് തിരുത്തി, കുറെ കാര്യങ്ങൾ തിരുത്തി. അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്? ലോജിക്കൽ പരവും അതുപോലെ തന്നെ ഈ മതപരമല്ലാത്ത രീതിയിലുമുള്ള കാര്യങ്ങളാണ് അല്ലെ മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ തിരുത്തുകയുണ്ടായി. എന്തൊക്കെയാണ് തിരുത്തിയത്? അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് അസുഖം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ ഓരോരുത്തരുടെയും ജീവിത ശൈലി ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്തമായിരിക്കും അല്ലെ ജീവിത രീതികൾ. അപ്പൊ ജീവിത ശൈലി കൊണ്ടുമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. ഗ്രീക്കുകാര് ആദ്യകാലങ്ങളിലൊക്കെ അവർ വിചാരിച്ചിരുന്നത് ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് ദേവന്മാരുടെ കോപത്താലായിരുന്നു. പിന്നീട് ഹിപ്പോക്രാറ്റസിന്റെ കാലം വന്നപ്പോ അദ്ദേഹം അത് എന്ത് രീതിയിൽ തിരുത്തി എഴുതി? എങ്ങനെയാണ് ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നത്? പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിത രീതികൾ കൊണ്ടുമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അദ്ദേഹം ലോജിക്കൽ അതുപോലെ തന്നെ നോൺ റിലീജിയസ് അപ്രോച്ചും ഈ മെഡിസിനൽ ഫീൽഡില് കൊണ്ടുവന്നത്. ക്ലിയർ ആയോ? ഗ്രീക്ക് ഹോസ്പിറ്റല് ഒക്കെ ആണോ? വായിച്ചു നോക്കിയൊന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. റോമൻ ഹോസ്പിറ്റൽസ്. By 1st century BC, the Roman was the first to make institutional care of the sick and the injured. എന്താണ് സിക്ക് എന്ന് പറഞ്ഞാൽ? എന്താ മീനിങ്? സിക്ക് എന്തായിരിക്കാം? സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അസുഖമുള്ളവരല്ലേ, രോഗം ബാധിച്ചവര് അല്ലെ, രോഗബാധിതർ. അതുപോലെ തന്നെ ഇൻജേർഡ് എന്തായിരിക്കാം മീനിങ്? ഇൻജേർഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിക്ക് പറ്റിയവര് അല്ലെ. ഓക്കെ, അപ്പോ റോമൻ ഹോസ്പിറ്റലിന്റെ കാലത്ത് 1st century BC ആണ് റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നു അല്ലെ. ഹോസ്പിറ്റല് വേണം, ഒരു ഓർഗനൈസേഷൻ വേണം. ഹോസ്പിറ്റല് ആർക്കൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണം എന്ന രീതിയിൽ അവർ കൊണ്ടുവന്നത്? ആർക്കൊക്കെയാണ്? സിക്ക് ആൻഡ് ഇൻജേർഡ് പീപ്പിളിന്, പരിക്കേറ്റവർക്കും അതുപോലെ രോഗബാധിതർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിലാണ് റോമൻ ഹോസ്പിറ്റൽ വന്നത്. മനസ്സിലായോ? പരിക്കേറ്റവർക്കും അതുപോലെ രോഗബാധിതർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിൽ അവര് ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു. ഇനി എന്താണ്? മിലിറ്ററി ആൻഡ് സ്ലീവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. ഓക്കെ, മിലിറ്ററി നമുക്കറിയാം അല്ലെ. മിലിറ്ററി അറിയാം? മിലിറ്ററി ആരാ? ആർക്കായിരിക്കും? ആർമികൾക്ക്. ഓക്കെ, സ്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സ്ലേവ് ശരിയാണ്. അടിമകൾ. ഓക്കെ, സ്ലേവ് എന്ന് പറഞ്ഞാല് അടിമ. അപ്പൊ മിലിറ്ററിക്കാർക്കും അല്ലെ, മിലിറ്ററീസിനും അതുപോലെ തന്നെ ഈ സ്ലേവ് അടിമകൾക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ അവിടെ കാലഘട്ടത്തില് എക്സിസ്റ്റ് ആയി.
ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് റോമൻ ഹോസ്പിറ്റലില് പറയുന്നത്. എന്താണ്, ഫസ്റ്റ് സെഞ്ചുറി BC ആണ് കാലഘട്ടം. അവിടെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിലാണ് ഹോസ്പിറ്റൽസ് വന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? രോഗബാധിതർക്കും അതുപോലെ പരിക്കേറ്റവർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിലാണ് റോമൻ ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് സെഞ്ചുറി BC ആണ്. പിന്നെ പറയുന്നത് എന്താണ്? മിലിറ്ററീസിന് അല്ലെ, പട്ടാളക്കാർക്കും അതുപോലെ തന്നെ അടിമകൾക്കും ഇവിടെ ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ആയി. ഇത്തരം പ്രത്യേകതകളാണ് റോമൻ ഹോസ്പിറ്റലിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അറബിക് ഹോസ്പിറ്റൽസ്. ഓക്കെ, the Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the Arabic hospital. എന്താണ് മീനിങ് എക്സലൻസ് എന്ന് പറഞ്ഞാല്? എക്സലൻസ് എന്തായിരിക്കാം? എക്സലന്റ് അല്ലെങ്കിൽ എക്സലൻസ് പറയാറുണ്ടല്ലേ നമ്മള്. എന്താണ് മീനിങ് എക്സലൻസ്? മേന്മ അല്ലെങ്കിൽ മികവ് അല്ലെ പറയാറുണ്ട്. ഓക്കെ, മികവ്. ഇനി നോക്കിയേ, അവിടെ അറബിക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്ത് എന്തൊക്കെ ഹോസ്പിറ്റലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു, അതുപോലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് ഹോസ്പിറ്റൽസിന്റെയും അതിനോട് നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക് ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ആ അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോടോ എക്സലൻസ് മികവിനോടോ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അറബിക് ഹോസ്പിറ്റല് വന്നിരിക്കുന്നത്. അത് ഈ രണ്ട് ഹോസ്പിറ്റലും, ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഈ രണ്ടിനോട് നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അറബിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ രണ്ട് ഹോസ്പിറ്റലിനെക്കാട്ടിലും ഏറ്റവും മുകളില് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരുന്നു. ഓക്കെ, ഇത്തരം പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ് നോക്കാം. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോസ് that efficient hospital were built in India by 600 BC. അപ്പോ എന്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 600 BC ആണ്. ഡ്യൂറിംഗ് ഗോർഗിയസ് region of King Ashoka. കിങ് അശോകയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 273 to 232 BC കാലഘട്ടമാണ്. Indian hospitals started to look like modern hospital. കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റല് എന്തായിട്ട് മാറി? മോഡേൺ ഹോസ്പിറ്റലുകളായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റലിന്റെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ആരുടെ കാലഘട്ടത്ത്? കിങ് അശോകയുടെ കാലഘട്ടത്ത്. ഇനി they followed principles of sanitation and Caesarean section were operated. Okay, അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? ആ കാലഘട്ടത്ത് കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് മാറി. അവിടെ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ. എന്താണ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല്? കൊറോണയൊക്കെ വന്നപ്പോ നമ്മള് അല്ലെ ശുചിത്വം അല്ലെ, ശുചിത്വം. അതുപോലെ സിസേറിയൻ സെക്ഷൻ അറിയാലോ, ക്ലീൻ ആക്കുന്നത്. സിസേറിയൻ സെക്ഷൻ എന്തായിരിക്കാം? എല്ലാ അമ്മമാർക്കും അറിയാൻ പറ്റുമോ അല്ലെ? അറിയാലോ, സിസേറിയൻ സെക്ഷൻ. ഓക്കെ, അതൊക്കെയാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ഡെലിവറി സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ശുചിത്വ തത്വങ്ങളും അതുപോലെ തന്നെ ഈ സിസേറിയൻ സെക്ഷനും അവിടെ ഫോളോ ചെയ്തിരുന്നു. ഇനി നോക്കിയേ, ഫിസിഷ്യൻ വാസ് അപ്പോയിന്റഡ് 1 for every 10 villages to serve the health care need of the population. Okay,
ഇനി ആളുകൾക്ക് നമ്മൾ ഹെൽത്ത് കെയർ അല്ലെ, നല്ല രീതിയിലുള്ള കെയർ, ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോ അവിടെ പറയുന്നത് 10 വില്ലേജിന് ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടറിനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് 10 വില്ലേജുകൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പ്രാദേശിക ഹോസ്പിറ്റലാണ്. പ്രാദേശിക ഹോസ്പിറ്റൽ, അതിനെയാണ് നമ്മള് റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. റീജിയണൽ ഹോസ്പിറ്റൽസ് for the infirm and the destitute were built by Buddha. ബുദ്ധയുടെ കാലഘട്ടത്ത് ഇനി ഇവർക്ക് വേണ്ടിയിട്ടൊരു റീജിയണൽ ഹോസ്പിറ്റൽസ് തുടങ്ങിയിരുന്നു. എവർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോം എന്തായിരിക്കാം മീനിങ്? ഇൻഫോം എന്ന് പറഞ്ഞാല് ഇൻഫോം രോഗിയായവർക്ക്, രോഗികളായവർക്കും, അതുപോലെ ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് അനാഥർ. ഇൻഫേം എന്ന് പറയുന്നത് രോഗികളായവര്, അതുപോലെ തന്നെ ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അനാഥർ. അപ്പൊ ബുദ്ധിയുടെ കാലഘട്ടത്ത് അനാഥർക്ക് വേണ്ടിയും രോഗികളായിട്ടുള്ളവർക്കും ഒരു പ്രാദേശിക ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്തു. ഓക്കെ, അതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസിൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് മോഡേൺ ഹോസ്പിറ്റലിന്റെ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ അവിടെ ഫോളോ ചെയ്തിരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻസ് ആയിരുന്നു. ഇനി 10 വില്ലേജിന് 10 വില്ലേജിന് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? 10 വില്ലേജിന് ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? ബുദ്ധയുടെ കാലഘട്ടത്ത് ബുദ്ധ എന്ത് ചെയ്തിരുന്നു? രോഗികളായവർക്കും അനാഥരായവർക്കും വേണ്ടിയിട്ട് റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, ഇന്ത്യൻ ഹോസ്പിറ്റല്. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഹോസ്പിറ്റൽസ് ഓഫ് എയർലി എറ BC 500 AD കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ദി ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് 500 to 1500 AD ആണ് കാലഘട്ടം. അതിനകത്ത് നോക്കിയേ, ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻസ് ഇൻക്രീസ്ഡ് ഇൻ Europe during the Middle Ages for the following reasons. Okay, അപ്പോ യൂറോപ്പില് എന്താണ് ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ആവാനായിട്ട് തുടങ്ങി. ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മിഡിൽ ഏജില്. അപ്പൊ അതിന്റെ റീസൺസ് ആണ്, 2 കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കാം ഇങ്ങനെ ഇൻക്രീസ് ആവാനായിട്ടുള്ള കാരണങ്ങള് എന്നാണ് അവിടെ 2 പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, Pope Innocent III in എന്താണ് 1198 advised and persuaded wealthy Christians to build hospitals in every town. അപ്പൊ എന്താണ്
പോപ്പ് ഇന്നസെന്റ് 1198 പോപ്പ് ഇന്നസെന്റ് 3. പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോപ്പ്? പോപ്പ് ആരാണ്? കേട്ടിട്ടുണ്ടോ? പോപ്പ് ആരെയാ പറയുന്നത് പോപ്പ് എന്ന്? മാർപ്പാപ്പ. ഓക്കെ, വെരി ഗുഡ്. മാർപ്പാപ്പ. പോപ്പ് ഇന്നസെന്റ് 3 1198 കാലഘട്ടത്തില് എന്ത് ചെയ്തിരുന്നു? ഈ അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞാല് ഉപദേശിക്കുകയും പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാല് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ആരെയാണ്? വെൽത്തി ക്രിസ്ത്യൻസിനെ, അല്ലെ? ആ എവറി ടൗണിലെ വെൽത്തി ക്രിസ്ത്യൻസിനെ എന്ത് ചെയ്തിരുന്നു? സമ്പന്നരായിട്ടുള്ള വെൽത്തി എന്ന് പറഞ്ഞാല് സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോ എവറി ടൗണിലും ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഒരു കാരണം. പോപ്പ് ഇന്നസെന്റ് 3 1198 സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്തിരുന്നു? ഉപദേശിക്കുകയും അവരോട് ഉപദേശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു വേണ്ടിയിട്ട് എവറി ടൗണിൽ, അല്ലെ, എല്ലാ ടൗണിലും എന്താണ്? ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഈ ഹോസ്പിറ്റൽസ് ഇൻക്രീസ് ആവാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കിയേ. Increased revenues were made available from the commerce with the Crusaders. Okay, commerce എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കൊമേഴ്സുകാരുണ്ടോ നമ്മുടെ ഇടയില്? ക്ലാസ്സില് കൊമേഴ്സ് എന്തായിരിക്കാം? വാണിജ്യം, അല്ലെ? ഓക്കെ, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ? ഓക്കെ, വാണിജ്യമാണ്, അല്ലെ? ഓക്കെ. ഇനി ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാല് കുരിശുയുദ്ധക്കാർ. ഓക്കെ, അപ്പൊ കുരിശുദ്ധക്കാരുമായുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. റവന്യൂ ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ഉണ്ടാക്കി. ഇനി നോക്കിയേ. In contracts in Asia and Africa during the same period, construction of effective and efficient hospitals was pressed forward to the rule and the Crusaders. Okay, ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബൈറൂളേഴ്സും അതുപോലെ തന്നെ ക്രൂസൈഡേഴ്സും മുന്നോട്ട് വന്നു. കുരിശുദ്ധക്കാരും അതുപോലെ ഭരണവർഗത്തിൽപ്പെട്ടവരും എന്ത് ചെയ്തു? മുന്നോട്ട് വന്നു. അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ റീസൺസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതുപോലെ തന്നെ സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലും എഫിഷ്യന്റ് ആയിട്ടും ഹോസ്പിറ്റല് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണവർഗത്തിൽപ്പെട്ടവരും കുരിശുദ്ധക്കാരും മുന്നോട്ട് വന്നു. ഓക്കെ, രണ്ട് റീസൺസ് ഒക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? പോപ്പ് ഇന്നസെന്റ് 3 1198 വെൽത്തി ക്രിസ്ത്യൻസിന്, അല്ലെ, സമ്പന്നനായിട്ടുള്ള ക്രിസ്ത്യൻസിന് എന്ത് ചെയ്തു? അഡ്വൈസുകള്, പ്രോത്സാഹനവും അതുപോലെ തന്നെ ഉപദേശവും നൽകി, അല്ലെ? എല്ലാ ടൗൺസിലും ഈ ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലും എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുരിശുദ്ധക്കാരും ഭരണവർഗത്തിൽപ്പെട്ടവരും മുന്നോട്ട് വന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം.
ഓക്കെ ആണെങ്കിൽ കമന്റ് ഇടാട്ടോ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് സി നോക്കാം. റിനൈസൻസ് ഏജ് 1500 മുതൽ 1700 വരെയുള്ള കാലഘട്ടമാണ്. അവിടെ എന്താണ് റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ? റിനൈസൻസ് മീൻസ് നവോത്ഥാന കാലഘട്ടം. ഓക്കെ, നോക്കാം. ദ റിനൈസൻസ് പീരീഡ് lasted from the 14th to the 16th century. Towards the end of the 5th century, many cities and towns supported some kind of the institutional health care. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഏജിൽ പറയുന്നത് എന്താണ്? റിനൈസൻസ് പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് 14th and 16th സെഞ്ചുറി കാലഘട്ടമാണ്. അതുപോലെ തന്നെ 15th സെഞ്ചുറിയിലെ അറ്റ് ദ എൻഡില് അവസാന കാലഘട്ടത്ത് 15th സെഞ്ചുറിയുടെ അവസാന കാലത്തില് കുറെ സിറ്റീസും ടൗൺസും എന്ത് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വൺ ആണ് മോഡേൺ പീരീഡ്. ഓക്കെ, 1750 to 1950 AD കാലഘട്ടമാണ്. The first incorporated hospital in America was the Pennsylvania Hospital in Philadelphia. Underline ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അണ്ടർലൈൻ ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ്? അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ എന്ന ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ എന്ന ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റലായിട്ട് പറയുന്നത്. ഓക്കെ, മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ began in 1926 with the return of war heroes from World War First. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? 1926 ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസിന്റെ വരവോട് കൂടിയിട്ടാണ് ഹെൽത്ത് കെയറിൽ ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടി പറയാം. 1926 ഫസ്റ്റ് വേൾഡ് വാറില് ഹീറോസിന്റെ വരവോട് കൂടിയിട്ടാണ് ഹെൽത്ത് കെയറില് ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് വരുത്തിയിട്ടുള്ളത്. ഓക്കെ, മോഡേൺ പീരീഡിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ എന്ന ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ, ഇമ്പോർട്ടൻസ് ആണ്. മാർക്ക് ചെയ്ത് വെക്കാം, ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ അമേരിക്കയിലാണ്. അത്ര മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി സെക്കൻഡ് സെന്റൻസ് എന്താ പറയുന്നത്? massive government involvement in health care began in 1926 with the return of the war heroes from the World War First. ഫസ്റ്റ് വേൾഡ് വാർ 1926 ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസിന്റെ വരവോട് കൂടിയിട്ടാണ് ഹെൽത്ത് കെയറിലെ ഗവൺമെന്റ് മാസീവ് ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മോഡേൺ പീരീഡിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മോഡേൺ പീരീഡ് ആൻഡ് റിനൈസൻസ് പീരീഡ്.
ഇനി നെക്സ്റ്റ് നോക്കാം. ഇത്ര ഭാഗങ്ങൾ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇൻ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പൊ അവിടെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നും നോക്കാം. Provision of institutional care to the sick was considered as provisional and spiritual by early rulers. Okay, early rulers എന്ന് പറഞ്ഞാല് ആദ്യകാല ഭരണാധികാരികൾ. അപ്പൊ അവരെയാണ് നമ്മള് ഏർലി റൂളേഴ്സ് എന്ന് പറയുന്നത്, ആദ്യകാലത്തുള്ള ഭരണാധികാരികൾ. ഓക്കെ, അപ്പോ അവരെന്താണ്? The provision of institutional care to the sick was considered as provisional and spiritual by early rulers. അപ്പൊ ആദ്യകാല ഭരണാധികാരികള് വിചാരിച്ചിരുന്നത്, അവരെ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നത് പ്രൊവിഷണൽ ആയിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടോ എന്നായിരുന്നു. പ്രൊവിഷണൽ എന്ന് പറയുന്നത് താൽക്കാലികം, സ്പിരിച്വല് ആത്മീയം. ഓക്കെ, ഇപ്പൊ പ്രൊവിഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ സ്പിരിച്വൽ ആയിട്ടോ. പ്രൊവിഷണൽ മീൻസ് താൽക്കാലികം, സ്പിരിച്വൽ എന്ന് പറഞ്ഞാല് ആത്മീയം. ഓക്കെ, അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലെ ഭരണാധികാരികള് വിചാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? രോഗികൾക്ക് അല്ലെ, രോഗബാധിതർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്രൊഫഷണൽ രീതിയിൽ, താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ എന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. അത്രേയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത്രേയ the first Indian physician, underline ചെയ്യാട്ടോ. The first Indian physician and teacher who lived in the University of തക്ഷശില. തക്ഷശില കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗുരുകുല വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, അപ്പോ അത്രേയ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യനും അതുപോലെ ടീച്ചറുമാണ് അല്ലെ, who lived in the University of the തക്ഷശില. ഓക്കെ, അദ്ദേഹത്തെയാണ് നമ്മൾ അത്രേയ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. സുശ്രുത. സുശ്രുതയുടെ പീരീഡ് നോക്കിയേ. 6th century BC and ചരക 200 AD. ഇനി സുശ്രുത ആരാണെന്ന് നോക്കിയേ. സുശ്രുത ഫാദർ ഓഫ് സർജറി. മാർക്ക് ചെയ്ത് വെക്കാം. Who is the father of surgery? സുശ്രുത ഫാദർ ഓഫ് സർജറി ആണ്. ആരാണ് സർജറിയുടെ ഫാദർ? പിതാവ് എന്ന് പറയുന്നത് സുശ്രുതയാണ്. Ancient Indian surgeon known for his outstanding operations and techniques and for his influential dissertation Susruta Samhita, the main origin of the knowledge about surgery in ancient India. അപ്പോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധം, സർജറിയെ കുറിച്ചുള്ള ഒരു എന്താണ്, സർജറി ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ് ആര്? ഈ സുശ്രുത എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് നമ്മള് ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. അപ്പൊ സർജറി ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എന്താണ്, പുരാതന ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള എല്ലാ അറിവുകളും പകർന്നു നൽകുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമാണ് ഇത് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. സർജറിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ സുശ്രുത ആരാണ്? ഫാദർ ഓഫ് സർജറി. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ് എന്ത്? സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ചരക was one of the main contributors of Ayurveda. ഓക്കെ, മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്. ആയുർവേദയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ പറയുന്ന പേരാണ് എന്ത്? ചരക. അണ്ടർലൈൻ ചെയ്യാം. നോട്ട് എഴുതുന്നവരെ എഴുതി വെക്കാം. എന്താണ്? ആയുർവേദയില്
മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്ന ഒരാളാണ് ആര്? The main contributor to Ayurveda, Charaka. A system of medicine and lifestyle developed in ancient India. He is known as the editor of the medical treatise named Charaka Samhita, one of the basic texts of classical Indian medicine and Ayurveda. ഞാൻ പറഞ്ഞു ആയുർവേദയില് മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ് ആര്? ചരക എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു എന്താണ് പ്രബന്ധം എന്ന് പറയുന്നത് ചരക സംഹിതയാണ്. ഓക്കെ, സുശ്രുത സംഹിത, ചരക സംഹിത. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ചരക സംഹിത എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. അതാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് ഇത് ചരക സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണോ? സുശ്രുത ആരാണ്? ചരക ആരാണ്? ചരക സംഹിത, സുശ്രുത സംഹിത. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞ പോർഷനിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. 6th പോയിന്റ് നോക്കാം. എന്താണ്? Can be traced back to Buddha and Ashoka. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അശോകയുടെയും ബുദ്ധയുടെയും കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 273 to 232 AD ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താണ്? ഡ്യൂറിങ് അശോകാസ് region, principle of hygiene were followed and Caesarean section നമ്മളവിടെ പഠിച്ചില്ലേ? അപ്പോ എന്താണ്? കിങ് അശോകയുടെ കാലഘട്ടത്തിൽ നമ്മളിവിടെ പഠിച്ചല്ലേ? കിങ് അശോകയുടെ കാലഘട്ടത്തിൽ എന്താണ്? അവര് എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് വന്നു. അതിനുശേഷം അവിടെ ഫോളോ ചെയ്തിരുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും സിസേറിയൻ സെക്ഷനുമാണ്. അത് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോ അശോകയുടെ കാലഘട്ടത്തിൽ അവർ ഫോളോ ചെയ്തിരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ അല്ലെ, ശുചിത്വം. അതുപോലെ തന്നെ എന്താണ്? സിസേറിയൻ സെക്ഷനുമാണ് അവിടെ പെർഫോം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ഡിസ്റ്റിറ്റ്യൂട്ട് വർ ബിൽറ്റ് ബൈ ദ ബുദ്ധാസ്. ബുദ്ധയുടെ കാലഘട്ടത്തിൽ ഈ രോഗബാധിതർക്കും അതുപോലെ തന്നെ അനാഥരായവർക്കും വേണ്ടിയിട്ട് ഒരു പ്രാചീന അല്ലെ ഒരു പ്രാദേശിക ഹോസ്പിറ്റൽ, ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബുദ്ധ ബിൽഡപ്പ് ചെയ്തിരുന്നു. ഇനി അക്ബേഴ്സ് പീരീഡ് എന്ന് പറയുന്നത് യുനാനി മെഡിസിന്റെ യുനാനി കാലഘട്ടമാണ്. അക്ബേഴ്സ് പീരീഡിലാണ് യുനാനി മെഡിസിൻ വന്നത്. യുനാനി എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ യുനാനി മെഡിസിൻ ഇത്രയുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു ഗ്രീക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. യുനാനി മെഡിസിൻ വന്നിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. എന്താണ്? കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിലനിന്ന് പോകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നു. പഴച്ചാറ്, ഇലച്ചാറ് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റുകളാണ് യുനാനി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോ അക്ബേഴ്സ് പീരീഡിലാണ് ഈ യുനാനി മെഡിസിൻ വന്നത്. എന്താണ് പിന്നെ പറയുന്നത്? എന്താണ്? ഒരു ഗ്രീക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സയാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. ഇത്രയും മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രയും ഭാഗമാണ് മിസ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും എടുത്ത ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒരു കാര്യം കൂടി മിസ് ചോദിക്കാം. ക്ലാസ് മിസ് ഇങ്ങനെ എടുത്താൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി മാറ്റം വരുത്തണോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിന്റെ ഭാഗത്ത് നിന്ന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ആണ് എല്ലാവർക്കും? ക്ലാസ് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം. അതുപോലെ തന്നെ ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും മിസ്സിനോട് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ എന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ നിങ്ങൾ ചോദിക്കാൻ പേര്? ഓക്കെ, താങ്ക് യു അഫ്സാന. മറന്നുപോയി, മിസ് കമന്റ് ഇടാം. എന്റെ പേര് മിൽഡോസ്. പേര് ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിലു എന്ന് വിളിച്ചാലും മതി. ഓക്കെ, ഇവിടെ എല്ലാവരും മിലു മിസ് എന്നാണ് വിളിക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ കമന്റ് ഇടാം കേട്ടോ. മിൽഡോസ്. ഓക്കെ, മിൽഡോസ് എന്നാണ് പേര്. വീട് മൂത്തുകുന്നം, ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഓക്കെ. അതുപോലെ തന്നെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നതാണ് നല്ലത്. മിസ് പറയുമ്പോൾ, ക്ലാസ് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടാത്തത് കൊണ്ട് മിസ്മാര് ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നാളെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോ നിങ്ങൾ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് ഇടും. മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ 4 ആൻസേഴ്സ് വീതം ഉണ്ടാവും. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ ഓക്കെ. ജോലിയിൽ ആയവര് കുഴപ്പമൊന്നുമില്ല. അത് മിസ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അല്ല, മോക്ക് ടെസ്റ്റ് വീക്കെൻഡ് അല്ല, ഓരോ ദിവസവും ഉണ്ടാവും കേട്ടോ. മിസ്സുമാരെടുക്കുന്ന എത്ര വരെയാണ് എടുത്തത് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. ഓരോ ദിവസവും തരും നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങളുള്ളൂ പറയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.